ഹായ് ഹലോ PSC ട്രിക്സ് വിത്ത് അമ്മുവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ SCRT പാഠഭാഗവുമായിട്ട് തന്നെ വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. നമ്മുടെ മഹത്തായ വിപ്ലവം, പിന്നെ എന്താണ് റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ലാറ്റിൻ അമേരിക്ക വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർക്ക് ഉണ്ടാവും കേട്ടോ. 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതുവരെ ചെക്ക് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഭാഗത്തുനിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് വർഷങ്ങളും ഒക്കെ. ഇപ്പോൾ പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കരുതിയിരിക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ പഴയ 10ാം ക്ലാസ്സിലെ SCRT ബുക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും നമ്മൾ വിടാൻ പാടില്ല. അതിലും നമ്മുടെ റാങ്ക് ഫയലിലൊക്കെ പറഞ്ഞിരിക്കുന്ന കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. അപ്പോൾ നമുക്കിത് എല്ലാവരും ഇത് പഠിച്ചു വെച്ചിരിക്കുന്ന ഇത് തന്നെയായിരിക്കും, ഒരു ടോപ്പിക് തന്നെയായിരിക്കും. പക്ഷേ ഇത് നമ്മൾ വായിക്കുമ്പോൾ SCRTയും കൂടെ നമ്മൾ കവർ ചെയ്യണമല്ലോ. പിന്നെ നമുക്കൊരു റിവിഷനും ആകും. അപ്പോൾ ഞാൻ ഇത് വായിച്ചു പോകാം, നിങ്ങൾ കേട്ടിരിക്കുക. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് വീണ്ടും വായിക്കണം. ഇപ്പോൾ മഹത്തായ വിപ്ലവമൊക്കെ നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം, അത്രയും തറവാക്കി പഠിച്ചിരിക്കണം. ഫ്രഞ്ച് വിപ്ലവം, മഹത്തായ വിപ്ലവം, അത് രണ്ടും കേട്ടോ. പിന്നെ ഇപ്പോൾ ചൈനീസ് വിപ്ലവമായിട്ടാണ് ഇപ്പോൾ കുറച്ച് റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞിട്ട് വീണ്ടും റാങ്ക് ഫയൽ ഒന്നും കൂടി എടുത്തിട്ട് നോക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സസ് കണ്ടതിൽ ഒരുപാട് പോയിന്റുകൾ വലിച്ചു വാരിയിട്ട് അവർ പറയും, പഴയ കഥകളൊക്കെ പറയും. അതിലും ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ റാങ്ക് ഫയൽ നോക്കിയിട്ട് പഠിക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ PDF ആയിട്ട് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലിടാം. വേണ്ടവർ അവിടെ വന്നിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് വെറുതെ ഇരിക്കുന്ന സമയത്തോ ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് വിടാം. നമ്മൾ വായിച്ച് വിട്ടാൽ തന്നെ മതി. എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ കിട്ടും. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോക്സസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാം കൂടെ ഒന്ന് വാരി വലിച്ച് പഠിക്കാൻ ഇനി നമുക്ക് അധികം സമയമില്ല. നമ്മളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയയും നമ്മളൊന്ന് കവർ ചെയ്തിട്ട് വേണം ബാക്കി ഭാഗങ്ങളുണ്ടല്ലോ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാതും. പക്ഷെ എന്നാലും നമ്മൾ അത്ര സ്ട്രെസ് ചെയ്ത് കൊടുക്കേണ്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതും നമ്മളൊന്ന് റിവിഷൻ ചെയ്യണം. റിവിഷൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ക്ലാസ്സിലേക്ക് പോവാം. ഞാൻ ഇതിലൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. നിങ്ങൾ റാങ്ക് ഫയൽ എടുത്തിട്ട് അതിൻ്റെ കൂടെ വെച്ചിട്ട് പഠിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. വർഷങ്ങളൊക്കെ ഒന്ന് എഴുതിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. നിയമങ്ങളാണ് മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുരേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് ഉണ്ടായിരിക്കണം. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കവും കൊടുക്കണം. ഇതാണ് മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ സിമ്പിളായിട്ട് പെടുന്നത് ഏതെന്നൊക്കെ ചോദിച്ചിട്ട് വന്നേക്കാം. മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ മുന്നേ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ ബോസ്റ്റൺ ടീ പാർട്ടി. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി വർഷം ഓർത്തിരിക്കണം. 1773 ഡിസംബർ 16 ഓർത്തിരിക്കണം. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി കേട്ടോ. ഞാൻ ഈ വർഷം അറിയാൻ കാരണം, നമ്മൾ ഡേറ്റ് അറിഞ്ഞിട്ടില്ലെങ്കിലും വർഷമെങ്കിലും അറിഞ്ഞിരിക്കാൻ പറയാൻ കാരണം, ഇപ്പോൾ ഇത് ഓർഡർ ആക്കിയിട്ട് കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ആക്കിയിട്ട് ചോദ്യം വരുന്ന ഒരു സംഭവം ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെന്തായാലും ഇതിൻ്റെ ഓർഡറും കൂടെ നമ്മളിതിൻ്റെ ഡേറ്റ് വർഷം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് കേട്ടോ. അമേരിക്കയിലാണ് നടന്നത്, ഓർത്തിരിക്കുക. 342 പെട്ടി തേയിലാൻ കൂടെ വേണമെങ്കിൽ ഓർത്തെടുത്തോ. ഇനി അഥവാ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നാലോ. ഇപ്പോൾ ഗാന്ധിജി ദണ്ഡിയാത്രയ്ക്ക് കടപ്പുറത്തേക്ക് എത്ര ആൾക്കാരുടെ കൂടെ 78 അനുയായികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് അത് ഒന്ന് വായിച്ചു വിട്ട കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ ആ 352 മറ്റോ കിലോമീറ്റർ അതുവരേക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ
ഈ 342 പെട്ടി തേയിലാന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അഥവാ എങ്ങാനും വന്നാലോ. 2 കോട്ട്സാണ്, മുന്നേ ചോദിച്ചു കണ്ടിട്ടുള്ള 2 കോട്ട്സാണ്. ഒന്ന് ജോൺ ലോക്ക് പറഞ്ഞതാണ്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ഏതാണ്? ജോൺ ലോക്കാണ് കേട്ടോ. എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് തന്നെയാണ് ജോൺ ലോക്ക് പറഞ്ഞത്. ഇനി തോമസ് പെയിനും പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇത് ഇംഗ്ലണ്ടിനെയാണ് വിദേശ ശക്തി എന്ന് പറഞ്ഞത്. പിന്നെ എന്താണ് കീഴടങ്ങി കഴിയണമെന്ന് പറഞ്ഞത് വടക്കേ അമേരിക്കനെയാണ്. അപ്പോൾ ഇത് രണ്ടൊന്നും ഓർത്തിരിക്കുക കേട്ടോ. ഏതെങ്കിലും വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ട് എന്താണ് ഈ വൻകരയ്ക്ക് വടക്കേ അമേരിക്ക, ഇംഗ്ലണ്ടിന് ഈ വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്ന് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിനാണ്. തോമസ് പെയിൻ. ഇത് രണ്ടൊന്നും ഓർത്തിരിക്കണേ. വീണ്ടും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2-3 കോട്ട്സാണ്, മുന്നേ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. നമുക്ക് വേഗം നോക്കാം. ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14 ലൂയി 14 പറഞ്ഞു ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞു. എന്നാൽ അത് കൂട്ടി പറയാം, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞു ലൂയി 14. പക്ഷേ 15 എന്താ പറഞ്ഞത്? എനിക്ക് ശേഷം പ്രളയം വരുന്നും പറഞ്ഞു. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. ഈ ലൂയി 14 ഈ ബാക്കിയും കൂടെ ഓർത്തിരിക്കണേ. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. വളരെ വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ എന്താണ് ഈ വേഴ്സായി കൊട്ടാരം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വേഴ്സായി കൊട്ടാരം. അതുമായിട്ട് വേറൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു മേരി ആൻറ്റോയിനറ്റ് ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ? ഇതങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ആരാണ് പറഞ്ഞത്? മേരി ആൻറ്റോയിനറ്റ് ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഈ 3 കോട്ടും വേഴ്സായി കൊട്ടാരം ഫ്രഞ്ച് വിപ്ലവം നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിൽ കൂടെ അങ്ങനെ ഓർത്തിരിക്കട്ടെ, മനസ്സിൽ പതിയട്ടെ കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ ഈ ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റായിട്ട് തിരിച്ചിരുന്നു എന്നറിയാം. നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ എന്തായിരുന്നു? പുരോഹിതന്മാരായിരുന്നു. അവർക്ക് എന്തൊക്കെയായിരുന്നു അവർക്കുള്ള എന്താണ് പ്രത്യേകതകൾ? അവരുടെ ഇതെന്തൊക്കെയായിരുന്നു? എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. പിന്നെന്താണ്? ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. കർഷകരിൽ നിന്നും തിദേ എന്നിട്ടുള്ള പേരിലുള്ള നികുതി പിരിച്ചു. അപ്പോൾ കർഷകരിൽ നിന്നും തിദേ എന്ന പേരിലുള്ള നികുതി പിരിച്ചത് ആരായിരുന്നു? പുരോഹിതന്മാരായിരുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരായിരുന്നു കേട്ടോ. എല്ലാതരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. കർഷകരിൽ നിന്നും തിദേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു കേട്ടോ. തിദേ പുരോഹിതന്മാർ ഒന്നാമത്തെ എസ്റ്റേറ്റ്. ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റ് ആയിരുന്നു പ്രഭുക്കന്മാർ എന്ന് പറയുന്നത് കേട്ടോ. നികുതികളിൽ നിന്നും അവരും ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. സൈനിക സേവനം നടത്തി. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചിട്ടുണ്ടായിരുന്നു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. ആര്? പ്രഭുക്കന്മാർ കേട്ടോ. ഇതൊന്നും ഓർത്തിരിക്കണേ. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റ് ആരായിരുന്നു? കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം, കർഷകർ, കൈത്തൊഴിലാളികൾ. ഇത്രയും പേരായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ് കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അവർ താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താണ്? പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഒരുപോലെ നികുതിയും നൽകണമായിരുന്നു. ഇനി എന്താണ്? ഭരണത്തിൽ അവർക്ക് ഒരവകാശവും ഉണ്ടായിരുന്നില്ല. പിന്നെ തൈലേ എന്ന് പറയുന്ന പേരിലുള്ള നികുതി സർക്കാരിന് കൊടുക്കണമായിരുന്നു. തൈലേ എന്ന് പറഞ്ഞത് മൂന്നാമത്തെ എസ്റ്റേറ്റാണ് കൊടുത്തിരുന്നത്. തിദേ എന്ന് പറയുന്നത് ഒന്നാമത്തെ എസ്റ്റേറ്റായിരുന്നു പിരിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കണേ. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും മറിച്ച് ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കേട്ടോ. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ അവരെന്താണ് കോമൺസ് എന്നറിയപ്പെട്ട മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യമായിരുന്നു എന്താണ്? ഓരോരുത്തർക്കും ഓരോ ആൾക്കും ഓരോ വോട്ട് വീതം വേണമെന്നുള്ളത് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഈ അംഗസംഖ്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അത് ചോദിച്ചു കാണുന്നുണ്ട്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ 285 പേരായിരുന്നു കേട്ടോ. ഒന്നാമത്തെ എസ്റ്റേറ്റ് 285 പേരായിരുന്നു. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ 308 പേരായിരുന്നു. 308 പേരായിരുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ്. 621 പേരുണ്ടായിരുന്നു കേട്ടോ. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ എത്ര പേരുണ്ടായിരുന്നു? 621 പേരായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. നോക്കൂ, വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. അവർ അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു.
ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. തുടർന്നുള്ള സംഭവങ്ങൾ അത് വേണ്ട. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇനി ഇവിടെ കുറച്ച് ഇയേഴ്സും അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. ആ വർഷത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കാം. 1789 ജൂലൈ 14 എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നത് എന്തിനെയാണ്? ബാസ്റ്റിൽ ജയിൽ തകർത്തതിനെയാണ്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1789 ജൂലൈ 14. 1789 ജൂലൈ 14 ബാസ്റ്റിൽ ജയിൽ തകർക്കപ്പെടുന്നത് കേട്ടോ. 1789 ജൂലൈ 14 ബാസ്റ്റിൽ ജയിൽ തകർക്കുന്നു. പിന്നീട് എന്താണ്? 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുന്നു. 1789 തന്നെ ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി എന്താണ്? മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. അപ്പോൾ നമ്മുടെ മേരി ആൻ്റോയിനേറ്റ് എന്ത് ചോദിച്ചു? നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് അങ്ങോട്ട് തിന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതവിടെ ഓർമ്മിരിക്കണം. മേരി ആൻ്റോയിനേറ്റ് ആ കോട്ടാണെന്ന് ഓർത്തിരിക്കണേ. 1789 ഒക്ടോബർ 2 ഒക്ടോബറിലെ. ഇനി 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. 1792 ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. എന്താണ്? പുതുതായിട്ട് രൂപീകരിച്ച ഭരണഘടന അനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു 1792 സെപ്റ്റംബർ മാസത്തിൽ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് നമുക്ക് 1789 ജൂലൈ 14 എന്താണ്? ബാസ്റ്റിൽ ജയിൽ തകർത്തു. അതായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കണേ. ഭീകരവാഴ്ച. 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ, ടാൻഡൻ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിക്കുകയാണ് ഉണ്ടായത്. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിന് ഇരയായി. ലൂയി 16 ഭാര്യ മേരി ആൻ്റോയിനറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു. അവസാനം റോബിസ്പിയറും ഗില്ലറ്റിന് ഇരയാകേണ്ടി വന്നു. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണമാണ് ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നത് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ഭീകരം തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ ഭീകരവാഴ്ച ഓർമ്മയുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും. ഇനി ഇവിടെ റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുള്ള ഒരു കോട്ടാണ്. ഫ്രാൻസിന് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്നുള്ളത്. അങ്ങനെ ആരാണ് പറഞ്ഞത്? ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക്കാണ് കേട്ടോ പറഞ്ഞത്. മെറ്റേണിക്കാണ് പറഞ്ഞത് എന്താണ്? ഫ്രാൻസിന് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഫ്രാൻസ് തുമ്മിയാൽ എന്താണ്? യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുന്നു പറഞ്ഞത് മെറ്റേണിക്കാണ്. മെറ്റേണിക്ക് ഓർത്തിരിക്കണേ. ഇനി ഇവിടെ ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും. ഇത് ഒരു 10th ലെവൽ പ്രിലിമിനറി എക്സാമിനൊക്കെ റിപ്പീറ്റായിട്ട് ചോദിച്ചതാണ്. ഞാൻ പറയാം. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. ഈ ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമായ ആദ്യത്തെ എന്താണ് ഇന്ത്യക്കാരനാണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ആൾ കേട്ടോ. പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ മരം അതും ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നെപ്പോളിയൻ്റെ ഭരണകാലത്ത് നെപ്പോളിയൻ നടത്തിയിട്ടുള്ള കുറച്ച് ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. പിന്നെന്താണ്? പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചതാരാണ്? നെപ്പോളിയനാണ് സിങ്കിങ് ഫണ്ട്.
പിന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന് സ്ഥാപിച്ചത് ആരാണ്? അതും നെപ്പോളിയനാണ് കേട്ടോ. ബാങ്ക് ഓഫ് ഫ്രാൻസ് നെപ്പോളിയൻ. പിന്നെ നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചിട്ട് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കിയതും ആര് തന്നെയാണ്? നെപ്പോളിയൻ ആണ് കേട്ടോ. നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടുന്ന ഒരു യുദ്ധമുണ്ട്. അതാണ് 1815 നടന്ന വാട്ടർലൂ യുദ്ധം കേട്ടോ. 1815 വാട്ടർലൂ യുദ്ധം കേട്ടോ. വാട്ടർലൂ യുദ്ധം 1815 കേട്ടോ. 1815 വാട്ടർലൂ യുദ്ധം കേട്ടോ. 1815 വാട്ടർലൂ യുദ്ധം. ആ യുദ്ധത്തിലാണ് എന്താണ് നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടുന്നത് കേട്ടോ. യൂറോപ്യൻ സഖ്യസൈന്യത്തോടായിരുന്നു ആ യുദ്ധത്തിൽ നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. സൈമൺ ബൊളീവർ. വെനസ്വേലയിൽ ജനിച്ച സൈമൺ ബൊളീവർ വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സ്പെയിനിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഈ രാഷ്ട്രങ്ങളിൽ നിന്നും അദ്ദേഹം വിമോചകൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഈ രാഷ്ട്രങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്? വിമോചകൻ എന്നാണ്. അപ്പോൾ ഇക്വഡോറിൽ വിമോചകൻ എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സൈമൺ ബൊളീവറാണ്. വെനസ്വേലയിൽ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? സൈമൺ ബൊളീവറാണ്. പിന്നെ കൊളംബിയയിൽ എന്താണ് വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാലും സൈമൺ ബൊളീവറാണ് കേട്ടോ. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നും അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നും തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നും അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആരായിരുന്നു? സൈമൺ ബൊളീവറാണ് തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നും അറിയപ്പെടുന്നത് കേട്ടോ. ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ എന്താണത്? റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രമാണ് ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ എന്ന് പറയുന്നത് കേട്ടോ. സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചിട്ടാണ് ഈ നിശബ്ദ സിനിമ രൂപം കൊണ്ടിട്ടുള്ളത്. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടംകിനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിഗണിച്ചതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം. ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തതും ഈ സെർഗി ഐസൻസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ ആരുടെ ചിത്രമാണെന്ന് ചോദിച്ചാൽ സെർഗി ഐസൻസ്റ്റീൻ ആണ് കേട്ടോ. സെർഗി ഐസൻസ്റ്റീൻ ആണ്. പിന്നെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ്? നമ്മുടെ ജോൺ റീഡിൻ്റെ ബുക്കാണ് കേട്ടോ. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന് പറയുന്നത് ജോൺ റീഡിൻ്റെ ബുക്കാണ്. തൊഴിലാളികളുടെ ദുരന്തങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ എന്നും ബോൾഷെവിക്കുകൾ എന്നും രണ്ടായി പിരിഞ്ഞുപോയി. ആരൊക്കെയായിരുന്നു? ലെനിനും ട്രോട്സ്കിയും തുടങ്ങിയവരാണ് ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. ലെനിൻ, ട്രോട്സ്കി ആയിരുന്നു ബോൾഷെവിക് കേട്ടോ. ലെനിൻ, ട്രോട്സ്കി ആയിരുന്നു ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകി. അപ്പോൾ എന്ത് ചെയ്തു? അലക്സാണ്ടർ കെരൻസ്കി എന്ത് ചെയ്തു? മെൻഷെവിക്കിന് നേതൃത്വം കൊടുത്തു. അലക്സാണ്ടർ കെരൻസ്കി മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകി. 1905 റഷ്യൻ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കരണങ്ങളും ആവശ്യപ്പെട്ട തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിന് നേരെ പട്ടാളം വെടിവെച്ചു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവത്തെ എന്ത് പറയുന്നു? രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നു. രക്തരൂക്ഷിതമായ ഞായറാഴ്ചയാണ് 1905 ജനുവരി 9 എന്ന് പറയുന്നത് കേട്ടോ. രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത് 1905 ജനുവരി 9 കേട്ടോ. 1905 ജനുവരി 9 ആണെന്ന് ഓർത്തിരിക്കണേ. സമരങ്ങൾ നടത്താനായി ആ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു. ഇവ സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നു. സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. 1914 ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. 17 ആയപ്പോഴേക്കും ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീഥികളിൽ പ്രകടനം നടത്തി. ഇവിടെ മാർക്സിസം കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസുമാണ് മാർക്സിസത്തിൻ്റെ ആശയം കൊണ്ടുവന്നത് കേട്ടോ. കാൾ മാർക്സ്, ഫ്രെഡറിക് എംഗൽസ് കേട്ടോ. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപ്പാദന രീതിയാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഇതിലെ പ്രധാന ആശയം എന്ന് പറയുന്നത്. ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായത്. ചൈനീസ് വിപ്ലവം
വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായ വിപ്ലവങ്ങൾക്ക് 20-ാം നൂറ്റാണ്ടിൽ ചൈന സാക്ഷ്യം വഹിച്ചു. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ 2 നയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ചു. എന്തൊക്കെയായിരുന്നു? കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലായിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. ഇതിനെയാണ് കറുപ്പ് വ്യാപാരം എന്ന്. തുറന്ന വാതിൽ നയം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹെയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. ഈ നയമനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യാവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു നയത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ചൈനീസ് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1911 ഡോക്ടർ സൻ യാത് സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സൻ യാത് സെന്നിൻ്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. അപ്പോൾ കുമിന്താങ് പാർട്ടി ആരുടെയാണ്? സൻ യാത് സെന്നിൻ്റെയാണ് കേട്ടോ. സൻ യാത് സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ദേശീയത, മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശരെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സോഷ്യലിസം, മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. ഇതാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സൻ യാത് സെന്നിൻ്റെയാണ് കുമിന്താങ് പാർട്ടി കേട്ടോ എന്ന് പറയുന്നത്. ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവങ്ങളും അതിന് നേതൃത്വം കൊടുത്ത ആളുകളെയും ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്തിനായിരുന്നു? ബ്രിട്ടൻ്റെ കോളനി വാഴ്ചയ്ക്കെതിരായിട്ടായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കേട്ടോ. അതിൽ നേതൃത്വം കൊടുത്തത് ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ, തോമസ് പെയിൻ എന്നിവരായിരുന്നു കേട്ടോ. ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ, തോമസ് പെയിൻ എന്നിവർ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബ്രിട്ടൻ്റെ കോളനി വാഴ്ചയ്ക്കെതിരായിട്ട് നടന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഇനി ഫ്രഞ്ച് വിപ്ലവം. സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിട്ട് നടന്നതാണ് ഫ്രഞ്ച് വിപ്ലവം. അവിടെയാണെങ്കിലോ വോൾട്ടെയർ, റൂസോ, മോണ്ടസ്ക്യൂ തുടങ്ങിയവരാണ് നേതൃത്വം കൊടുത്തത്. ഇനി ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരായിട്ടാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം നടന്നത്. ഫ്രാൻസിസ്കോ മിറാൻഡെ, സൈമൺ ബൊളീവർ, ജോസെ ഡി സാൻ മാർട്ടിൻ എന്നിവരായിരുന്നു ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. ഇനി റഷ്യൻ വിപ്ലവം. രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിട്ട് കെരൻസ്കി, ലെനിൻ ട്രോട്സ്കി എന്നിവർ നടത്തിയതാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. സൻ യാത് സെന്നും മാവോ സെതുങ്ങും വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും മഞ്ചു രാജവാഴ്ചയ്ക്കും എതിരായി ഇതാക്കിയതാണ് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത് കേട്ടോ. എതിരായി നടത്തിയതാണ് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം കേട്ടോ. ഈ ആളുകളെയൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇവർ ഏത് വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. ഇനി പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം, ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് ഇത് 3 കേട്ടോ. അപ്പോൾ പാൻ സ്ലാവ് പ്രസ്ഥാനം എന്താണ്? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻ സ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി പാൻ ജർമ്മൻ പ്രസ്ഥാനമോ? മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയിട്ടുള്ള മാർഗം ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൽസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനമായിരുന്നു പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാൻ സ്ലാവും പാൻ ജർമ്മനുമാണ് കേട്ടോ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് പോസ് ചെയ്തിട്ട് ഒന്നും കൂടെ വായിക്കുക, മനസ്സിലാക്കുക കേട്ടോ.
സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികളായിരുന്നു മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രതിസന്ധിയും എന്ന് പറയുന്നത്. ഇതിൽ മൊറോക്കൻ പ്രതിസന്ധി എന്താണ്? 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു. ഇതാണ് മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത് 1904. ഇനി എന്താണ് ബാൾക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത്? ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി ബാൾക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. 1912 ബാൾക്കൻ സഖ്യം, അതായത് സെർബിയ, ഗ്രീസ്, മോണ്ടിനീഗ്രോ, ബൾഗേറിയ തുടങ്ങിയവയാണ് ബാൾക്കൻ സഖ്യമായിട്ട് ഇതിൽ പറയുന്നത്, തുർക്കിയെ പരാജയപ്പെടുത്തി. എന്നാൽ യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഈ ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായി. ഇതിനെയാണ് ബാൾക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. 1912 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയാണ് കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നത്. കറുത്ത വ്യാഴാഴ്ചയുടെ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക, വർഷം ഒന്ന് ഓർത്തിരിക്കുക. 1929 ഒക്ടോബർ 24 കറുത്ത വ്യാഴാഴ്ച. 1929 ഒക്ടോബർ 24 കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നു. അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞു. നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവുമാണ് ഓഹരി കമ്പോളത്തെ തകർത്തത്. നിരവധി പേർക്ക് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടമായി. ധാരാളം പേർ ആത്മഹത്യ ചെയ്തു. ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ബാധിച്ചു. വ്യവസായശാലകളിൽ ഉൽപ്പാദനം കുറഞ്ഞു, തൊഴിലില്ലായ്മ രൂക്ഷമായി, ലോക വാണിജ്യം തന്നെ തകരാറിലായി. അപ്പോൾ നമ്മുടെ കറുത്ത വ്യാഴാഴ്ചയുടെ വർഷം 1929 ഒക്ടോബർ 24. ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചേനെയാണ് കറുത്ത വ്യാഴാഴ്ച എന്ന് പറയപ്പെടുന്നത്. ഈ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ എൻ്റെ ഇത്. ഞാൻ ഇന്നീ ഒരു ടോപ്പിക്കാണ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തത് കേട്ടോ, റാങ്ക് ഫയൽ. അപ്പോഴാണ് എനിക്ക് നമ്മുടെ ഇത് കിട്ടുന്നത്, തൊഴിൽ വീതി കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഈ ലക്കം നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറുടെ ടോപ്പിക്കിൽ കൊടുത്തിട്ടുള്ളത് ചരിത്രമാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിന്ന് അതും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. ഞാനത് വായിച്ചിട്ടില്ല, ഞാനിതിൻ്റെ കൂടെയാണ് വായിക്കുന്നത് കേട്ടോ. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ആദ്യം നടന്നത് മുതൽ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. സ്റ്റാമ്പ് നിയമം, പാരീസ് ഉടമ്പടി, ബോസ്റ്റൺ ടീ പാർട്ടി, ടൗൺഷെൻഡ് നിയമം. ഇതിൽ ആൻസർ വന്നിരിക്കുന്നത് എ ആണ്. സ്റ്റാമ്പ് നിയമം, ടൗൺഷെൻഡ് നിയമം, ബോസ്റ്റൺ ടീ പാർട്ടി, പാരീസ് ഉടമ്പടി കേട്ടോ. ഇതിങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ, നിങ്ങളും ഇത് എഴുതി തന്നെ പഠിക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ഇതിങ്ങനെ തന്നെ എഴുതി പഠിക്കുക. സ്റ്റാമ്പ് നിയമം, പാരീസ് ഉടമ്പടി, ബോസ്റ്റൺ ടീ പാർട്ടി, ടൗൺഷെൻഡ് എന്ന് കൊടുത്തിട്ട് അത് ഓർഡറിലാക്കിയിട്ട് അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. സ്റ്റാമ്പ് നിയമം, പിന്നെ ടൗൺഷെൻഡ് നിയമം, ബോസ്റ്റൺ ടീ പാർട്ടി, പാരീസ് ഉടമ്പടി. നമുക്ക് അതിൻ്റെയൊക്കെ ഡേറ്റും കൂടെ ഒന്ന് പഠിച്ചിരിക്കാം. സ്റ്റാമ്പ് നിയമം 1765. സ്റ്റാമ്പ് നിയമം 1765. സ്റ്റാമ്പ് നിയമം 1765. അമേരിക്കൻ കോളനിയിലെ ഡ്യൂട്ടീസ് ആക്ട് 1765 എന്നും അറിയപ്പെടുന്ന സ്റ്റാമ്പ് ആക്ട് 1765 ഗ്രേറ്റ് ബ്രിട്ടൻ പാർലമെൻറ്റിൻ്റെ നിയമമാണ്. 1765 സ്റ്റാമ്പ് ആക്ട് കേട്ടോ. അത് വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ഡ്യൂട്ടീസ് ആക്ട് 1765. ഡ്യൂട്ടീസ് ആക്ട് 1765 എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ്? സ്റ്റാമ്പ് നിയമം തന്നെയാണ് കേട്ടോ. ടൗൺഷെൻഡ് നിയമം 1767. 1765 സ്റ്റാമ്പ്, 65 സ്റ്റാമ്പ് കിട്ടി. 67 സ്റ്റാമ്പും ഉണ്ട്, ടൗണ് വാങ്ങി. ടൗൺഷെൻഡ് നിയമങ്ങൾ അല്ലെങ്കിൽ ടൗൺഷെൻഡ് ഡ്യൂട്ടികൾ എന്നും കേട്ടോ 1767 1768 പാസ്സാക്കിയ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ നിയമങ്ങളുടെ ഒരു പരമ്പരയാണ് ടൗൺഷെൻഡ് നിയമം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 65 നമ്മൾ സ്റ്റാമ്പ് വാങ്ങി. സ്റ്റാമ്പ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? 67 ഒരു ടൗണും അങ്ങ് വാങ്ങി. ഇനി ബോസ്റ്റൺ ടീ പാർട്ടി എന്താണ്? നമ്മൾ ടൗൺ വാങ്ങിയപ്പോൾ നമ്മളത് ടീ പാർട്ടി കൊടുത്തിട്ട് ആഘോഷിച്ചു. എപ്പോൾ? 73 നമുക്ക് ആഘോഷിക്കാൻ സമയം കിട്ടിയത്. 73 മസാച്യൂസെറ്റ്സ് പ്രവിശ്യയിലെ ബോസ്റ്റൺ തുറമുഖത്ത് അമേരിക്കൻ കോളനിക്കാർ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതിക്കെതിരെ
എന്താണ് 1773 ഡിസംബർ 16 നടത്തിയ പ്രതിഷേധ പരിപാടിയാണ് ബോസ്റ്റൺ ടീ പാർട്ടി കേട്ടോ. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16. അപ്പോൾ നമ്മൾ 65 സ്റ്റാമ്പ് വാങ്ങി, സ്റ്റാമ്പ് കൊടുത്തിട്ട് നമ്മൾ 67 ടൗൺ വാങ്ങി. അപ്പോൾ എന്താ ടൗൺ വാങ്ങിയപ്പോൾ നമ്മളെല്ലാവർക്കും ടീ പാർട്ടി കൊടുത്തിട്ട് 73 നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. നീ ബോസ്റ്റൺ ടീ പാർട്ടിൻ്റെ കുറച്ചും കൂടെ കൊടുത്തിട്ടുണ്ടേ. ബോസ്റ്റണിലെ അധികാരികൾ നികുതി ചുമത്തപ്പെട്ട 3 കപ്പൽ നിറയെ തേയില ബ്രിട്ടനിലേക്ക് തിരികെ അയക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഒരു പറ്റം കോളനിക്കാർ കപ്പലുകളിൽ കയറി അവയിലുണ്ടായിരുന്ന തേയില വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചതായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി പാരീസ് ഉടമ്പടി 1783 കേട്ടോ. നമ്മൾ എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടിയൊക്കെ കൊടുത്ത് ആഘോഷിച്ചപ്പോൾ 73 ടീ പാർട്ടിയൊക്കെ കൊടുത്തിട്ട് ആഘോഷിച്ചപ്പോൾ നമുക്കെതിരെ എന്തായി, എല്ലാവരും നമുക്കെതിരെ എല്ലാവരും തിരിഞ്ഞു. നമ്മൾ പെട്ടെന്ന് കോടീശ്വരന്മാരായപ്പോൾ നമുക്കെതിരെ എല്ലാവരും തിരിഞ്ഞു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, എന്ത് പറഞ്ഞു, നമ്മളോടൊരു ഉടമ്പടി വെക്കാൻ പറഞ്ഞു. അതാണ് പാരീസ് ഉടമ്പടി. 73 നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊരു പാരീസ് ഉടമ്പടി അങ്ങ് കൊടുത്തു. ഗ്രേറ്റ് ബ്രിട്ടനിലെ ജോർജ് 3 രാജാവിൻ്റെ പ്രതിനിധികളും അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രതിനിധികളും 1783 സെപ്റ്റംബർ 3 പാരീസിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത് കേട്ടോ. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്നുണ്ടാവാനുള്ള കാരണം 73 ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്നുണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു? 73 ബോസ്റ്റൺ ടീ പാർട്ടിയാണ് കേട്ടോ. 1773 ഡിസംബർ 16 നടത്തിയ ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ നമ്മൾ 4 വർഷം പഠിച്ചു അല്ലേ. ഏതൊക്കെയായിരുന്നു? ടൗൺഷിൻഡ് 67 ടൗൺഷിൻഡ്. അപ്പോൾ നമ്മൾ പിന്നെന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി. അതിന് മുന്നേ ഉണ്ടല്ലോ ടൗൺ വാങ്ങിക്കുന്നതിന് സ്റ്റാമ്പ് വാങ്ങിക്കണ്ടേ. അപ്പോൾ 65 നമ്മൾ സ്റ്റാമ്പ് വാങ്ങി, സ്റ്റാമ്പ് നിയമം. 67 നമ്മൾ ടൗൺ വാങ്ങി, ടൗൺഷിൻഡ്. 73 നമ്മൾ അതുകൊണ്ട് എല്ലാവർക്കും ടീ പാർട്ടി കൊടുത്തു. വാങ്ങിയതിന് സന്തോഷമായിട്ട് ടീ പാർട്ടി കൊടുത്തു. 83 എല്ലാവരും നമുക്കെതിരെ തിരിഞ്ഞപ്പോൾ നമ്മുടെ അടുത്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഉടമ്പടി അങ്ങ് കൊടുത്തു, പാരീസ് ഉടമ്പടി അങ്ങ് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് ഓർത്തിരിക്കണേ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ജോൺ ഹാംപ്ടൺ. 1688-89 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമായ വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം. വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവകാശ നിയമം പാസാക്കിയത് 1689. അപ്പോൾ മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വ്യക്തി ആരാണ്? ജോൺ ഹാംപ്ടൺ ആണ് കേട്ടോ. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ ഹാംപ്ടൺ. ഈ 1688 1689 കാലഘട്ടത്തിലെ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുള്ള വിപ്ലവം ഏതായിരുന്നു? രക്തരഹിത വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവകാശ നിയമം പാസാക്കിയത് 89. വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവകാശ നിയമം പാസാക്കിയത് എന്നാണ് 1689. ഇതിലെല്ലാം ശരി തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. 1688-89 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമായ വിപ്ലവമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അഥവാ രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത് കേട്ടോ. രക്തരഹിത വിപ്ലവം 1688-89 കാലഘട്ടത്തിലാണ്. ദക്ഷിണ ഫ്രാൻസിൻ്റെ രാജകുമാരനായ വില്യം 3 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു സ്റ്റുവർട്ട് രാജവംശം എന്ന് പറയുന്നത്. രക്തരഹിത വിപ്ലവം നടക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവ് സ്റ്റുവർട്ട് വംശത്തിലെ ജെയിംസ് 2 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനാക്കിയ രാജാവായിരുന്നു ജെയിംസ് 2 കേട്ടോ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട രാജാവ് ഏതായിരുന്നു? ജെയിംസ് 2 മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ജോൺ ഹാംപ്ടൺ. ഇനി എന്താണ്? ട്രെയിനൽ ആക്ട് 1641 ബന്ധപ്പെട്ടിട്ടുള്ള പാർലമെൻറ്റ് ലോങ് പാർലമെൻ്റ് ആണ് കേട്ടോ. ട്രെയിനൽ ആക്ട് 1641 ബന്ധപ്പെട്ടിട്ടുള്ള പാർലമെൻറ്റ് ഏതായിരുന്നു? ലോങ് പാർലമെൻ്റ് ആണ്. ശരിയായ രീതിയിൽ യോജിപ്പിക്കുക. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അമേരിക്കൻ ഭരണഘടന, കോമൺ സെൻസ് കേട്ടോ. ഇതുമായിട്ട് ബന്ധിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 C ആണ് ജെയിംസ് ഓട്ടിസ് ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ജെയിംസ് ഓട്ടിസ്. ആ കോട്ട് ഉണ്ടാക്കിയത് ആരാണെന്നാണ് കേട്ടോ. ആ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞ മുദ്രാവാക്യം ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ജെയിംസ് ഓട്ടിസ് ആണ് കേട്ടോ. ജെയിംസ് ഓട്ടിസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നമുക്കറിയാം ആരാണ്? തോമസ് ജെഫേഴ്സൺ ആണ് അല്ലേ. 2A
അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ്? തോമസ് ജെഫേഴ്സൺ ആണ് കേട്ടോ. തോമസ് ജെഫേഴ്സൺ. അമേരിക്കൻ ഭരണഘടന ആരാണ്? ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടന ജെയിംസ് മാഡിസൺ ആണ്. പിന്നെ കോമൺ സെൻസ് അറിയാലോ, ആരാണ്? തോമസ് പെയിൻ ആണ്. കോമൺ സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ലഘുലേഖ അത് തയ്യാറാക്കിയത് ആരായിരുന്നു? തോമസ് പെയിൻ ആയിരുന്നു കേട്ടോ. ലഘുലേഖയല്ല, ബുക്ക് കോമൺ സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ആരുടെയായിരുന്നു? തോമസ് പെയിൻ്റെ ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കണേ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് താഴത്തേക്ക് നോക്കാം. പ്രാതിനിധ്യമില്ലാതെ നികുതി സ്വേച്ഛാധിപത്യമാണ് എന്ന മുദ്രാവാക്യം ഉപയോഗിച്ച് ജെയിംസ് വുഡ്സിനെ പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ തോമസ് ജെഫേഴ്സൻ്റെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് കേട്ടോ. തോമസ് ജെഫേഴ്സൻ്റെ നേതൃത്വത്തിലാണ്. ജെയിംസ് മാഡിസൺ ജൂനിയർ അമേരിക്കയിലെ രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയകാര്യ സൈദ്ധാന്തികനും അവിടുത്തെ 4ാമത്തെ പ്രസിഡന്റുമായിരുന്നു. മാഡിസൺ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഐക്യനാടുകളുടെ ഭരണഘടന രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ബിൽ ഓഫ് റൈറ്റ്സ് എഴുതിയുണ്ടാക്കുകയും ചെയ്തു. ആര്? എന്താണ്? മാഡിസൺ. ബിൽ ഓഫ് റൈറ്റ്സ് എഴുതിയുണ്ടാക്കിയത് ആരാണ്? മാഡിസൺ. ജെയിംസ് മാഡിസൺ ആണ് കേട്ടോ. ഇനി തോമസ് പെയിൻ എഴുതിയ ഒരു ലഘുലേഖയാണ് കോമൺ സെൻസ്. ലഘുലേഖ തന്നെയായിരുന്നു കേട്ടോ. ഞാനത് എവിടെയോ വായിച്ചിരുത്, കുറച്ചു മുന്നേ വായിച്ചേ ഉള്ളൂ. തോമസ് പെയിൻ എന്ന ലഘുലേഖയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത് കേട്ടോ. തോമസ് പെയിൻ എഴുതിയ ഒരു ലഘുലേഖയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി എയിൽ തന്നിരിക്കുന്നവ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ബിയിൽ വിട്ടുപോയത് തിരഞ്ഞെടുക്കുക. 1ാം കർണാട്ടിക് യുദ്ധം, ഐക്സാലോ ചാപ്പൽ സന്ധി കേട്ടോ. 1ാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായത് എന്താണ്? ഐക്സാലോ ചാപ്പൽ സന്ധി ഇതാണ് കേട്ടോ. ഇനി രണ്ടാം കർണാട്ടിക് യുദ്ധമാണ് ചോദിച്ചിരിക്കുന്നത്. പോണ്ടിച്ചേരി സന്ധി വഴിയാണ് അത് നിർത്തലാക്കിയത് കേട്ടോ. 2ാം കർണാട്ടിക് യുദ്ധം എന്താണ് ഒഴിവായത്? ഏത് സന്ധി പ്രകാരമാണ്? പോണ്ടിച്ചേരി സന്ധി പ്രകാരമാണേ. ഭയങ്കര ചുമയാടോ, ഭയങ്കര ചുമയാണ്. ആ ഒരു ജലദോഷത്തിന് ശേഷം ആകെ കുടുങ്ങിയിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് പോവാം. 1ാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായത് എന്തായിരുന്നു? സന്ധി ഐക്സാലോ ചാപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. 2ാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധിയായിരുന്നു പോണ്ടിച്ചേരി സന്ധി. 3ാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി പാരീസ് സന്ധിയായിരുന്നു. ഇന്ത്യയിലെ ആധിപത്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടത്തിയ യുദ്ധങ്ങളെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ വർഷവും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയിരിക്കാം കേട്ടോ. 1ാം കർണാട്ടിക് യുദ്ധം 46 മുതൽ 48 വരെയാണെങ്കിൽ 2ാം കർണാട്ടിക് യുദ്ധം 49 മുതൽ 54 വരെ. 3ാം കർണാട്ടിക് യുദ്ധമായിരുന്നു 58 മുതൽ 63 വരെ. 46, 48, 49, 54, 58, 63, 46, 48, 1, 46, 48, 2, 49, 54, 58, 63, 58, 63, 58, 63. അപ്പോൾ 1ാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ ഐക്സാലോ ചാപ്പൽ സന്ധി കാരണമായി. പോണ്ടിച്ചേരി സന്ധി 2ാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായി. പാരീസ് സന്ധിയാണെങ്കിൽ 3ാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാനും കാരണമായി കേട്ടോ. 1ാം കർണാട്ടിക്കിൻ്റെ യുദ്ധം വർഷം 1746 മുതൽ 1748 വരെ. 4 കേട്ടോ. 46, 48. ഇനി ഇവിടെയാണെങ്കിൽ 49, 4 കഴിഞ്ഞ് 5, 54, 49, 54. 3ാം കർണാട്ടിക് യുദ്ധമാണെങ്കിൽ 5 കഴിഞ്ഞിട്ട് 6. 1857 കലാപത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1857 കലാപത്തിൽ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളും പങ്കെടുത്തു. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭരണാധികാരികൾ കലാപത്തിന് വലിയ പിന്തുണ നൽകുകയും ശക്തമായ അടിത്തറയുണ്ടാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമെന്ന് വിനായക് ദാമോദർ സവർക്കർ (VD സവർക്കർ) 1857 കലാപത്തെ വിശേഷിപ്പിച്ചു. മുകളിൽ നൽകുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എന്താണ് ഇതിൽ? എല്ലാ പ്രദേശങ്ങളും പങ്കെടുത്തിട്ടില്ല അല്ലേ. പിന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭരണാധികാരികൾ കലാപത്തിന് വലിയ പിന്തുണ കൊടുത്തിട്ടില്ല, ശക്തമായിട്ടുള്ള അടിത്തറ ഉണ്ടാക്കിയിട്ടില്ല. VD സവർക്കർ 1857 കലാപത്തെ എന്താണ്? 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 1857 വിശേഷിപ്പിച്ചതും പിന്നെ അവർ ഓരോ പ്രദേശത്ത് നടന്ന കലാപ സമയത്ത് നേതൃത്വം കൊടുത്തവരും അവരെവിടെ നേതൃത്വം കൊടുത്തു എന്നുള്ള പ്രദേശവും അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിപ്പോഴും ചോദിക്കാറുണ്ട്, ഇപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ടേ. അപ്പോൾ അതും കൂടെ ഇപ്പം തന്നെ നോക്കുക കേട്ടോ. കാണാത്തവർ ഇപ്പം തന്നെ ജസ്റ്റ് അതൊന്നും മറച്ച് നോക്കണേ. നേതൃത്വം കൊടുത്തവരും എവിടെ നേതൃത്വം കൊടുത്തു എന്നുള്ളത് കേട്ടോ. 1857 വിപ്ലവം. പിന്നെ വിശേഷണങ്ങൾ കേട്ടോ. ഈ കാടത്തവും നാഗരികതയും തമ്മിലുള്ള
എന്താണ് വ്യത്യാസം അങ്ങനെ പറഞ്ഞത് TR ഹോംസ് അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കട്ടെ, നമ്മുടെ റാങ്ക് ഫയലിൽ തന്നെ ഉണ്ടാവും. എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രസ്താവന 1 തെറ്റാണ്. കാരണം 1857 കലാപത്തിൽ രാജ്യം മുഴുവൻ പങ്കെടുത്തിട്ടില്ല. കലാപം കൂടുതൽ നടന്നത് വടക്കേ ഇന്ത്യയിലായിരുന്നു. പ്രസ്താവന 2 തെറ്റാണ്. കാരണം എന്താണ്? ഇന്ത്യയിലെ 1% കൂടുതൽ ഭരണാധികാരികൾ കലാപത്തിൽ പങ്കെടുത്തിട്ടില്ല. അവർ ബ്രിട്ടീഷുകാരോട് വിശ്വസ്തരായി തുടർന്നു. ഈ കലാപം ജനങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചാരം നേടിയിട്ടുണ്ടായിരുന്നു. കലാപം ഒരു വലിയ പ്രദേശത്ത് വ്യാപിച്ചുവെങ്കിലും അത് മുഴുവൻ രാജ്യത്തെയും അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിലെ എല്ലാ ഗ്രൂപ്പുകളെയും വർഗ്ഗങ്ങളെയും ഉൾക്കൊള്ളുന്നതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. മദ്രാസ്, ബോംബെ, പശ്ചിമ പഞ്ചാബ് എന്നീ പ്രദേശങ്ങളിൽ കലാപം ബാധിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയാണ് 1857 ഇതുമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ കേട്ടോ. അതിൻ്റെ കുറച്ച് ഡീറ്റെയിലും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ റാങ്ക് ഫയലിൽ നോക്കിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. പഠിച്ചത് തന്നെയാണ്, മുന്നേ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഒന്ന് കൺഫേം ചെയ്യുക പഠിച്ച കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, നേതൃത്വം കൊടുത്തവരും നേതൃത്വം കൊടുത്ത സ്ഥലവും കേട്ടോ. ഝാൻസി റാണി, പിന്നെ ബീഗം ഹസ്രത്ത് മഹൽ, കൺവർ സിംഗ്, നാനാ സാഹിബ്, ഇവരെയൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ വിശേഷണങ്ങൾ അത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാനൊന്നും അറിയില്ല. ഞാനിത് ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് ഞാനിത് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ ഈ ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇങ്ങനെ സമയമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കേട്ടോ. ഞാൻ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കുക. എന്തായാലും ഞാനിത് വളരെ എഫേർട്ട് എടുത്തിട്ട് കണ്ടുപിടിച്ചിട്ട് ഓരോ ഫാക്റ്റുകളും കൊണ്ടുവരുന്നതാണ്. ഓരോ ടോപ്പിക് ഇങ്ങനെ കവർ ചെയ്ത് പോകുമ്പോൾ ആ ടോപ്പിക്ക് തന്നെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളും ആ ടോപ്പിക്ക് ഇപ്പോൾ കവർ ചെയ്ത് പോകുന്നുണ്ടാവും. ഇപ്പോൾ ഒരുവിധപ്പെട്ട നമ്മൾ APAക്ക് വേണ്ട സ്പെഷ്യൽ ടോപ്പിക്കുകൾ കുറച്ചും കൂടി എടുക്കാനുണ്ട്. നമുക്കത് വേഗം തീർക്കാം, എത്രയും പെട്ടെന്ന് തീർക്കാം. ഒരാഴ്ചയിനുള്ളിൽ നമുക്കത് തീർക്കാം. പിന്നെ നമുക്കൊരു റിവിഷൻ വേണം. സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായിട്ട് നമുക്കൊരു റിവിഷൻ വേണം. എന്തായാലും ഞാൻ കൊണ്ടുവരും. ഒരു Q&A ഫോർമാറ്റിൽ തന്നെ ഞാൻ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ നമുക്കത് ഒരു PYQയും കൂടെ അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്കത് ഓർത്തിരിക്കാൻ സുഖമുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ചെറിയ എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ട് നമുക്കങ്ങനെ ക്ലാസ് കൊണ്ടുപോകാം. പിന്നെന്താണ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ക്ഷമിച്ചിട്ട്, ഈ പറഞ്ഞ തെറ്റുകളെല്ലാം ഒന്ന് ക്ഷമിച്ചിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടിയേക്കണേ. ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തിട്ടാൽ ഓൾ എന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ വീഡിയോസ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയ്ക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.